ഫായിസ് അബ്ദുറഹ്മാൻ അൽ ഷഹരിയുടെ മകൻ അനസ് അൽ ഷഹരി എന്ന ബാലന്റെ പരിചരണം. തലക്ക് താഴെ ചലനശേഷിയില്ലാത്ത ആളായിരുന്നു അനസ്. വീൽചെയറിലായിരുന്നു യാത്ര മുഴുവൻ. അനസിനെ പുറത്തും കടയിലും കൊണ്ടുപോവുക, ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നതൊക്കെയായിരുന്നു റഹീമിന്റെ ചുമതല. റിയാദിലെ ഷിഫ എന്ന പ്രദേശത്തെ വീട്ടിൽ നിന്നും അസീസിയ എന്ന പ്രദേശത്തെ മാളിലേക്ക് പോവുകയായിരുന്നു കാറിൽ അനസുമൊത്ത് റഹീം. ഇടയ്ക്കിടെ പ്രകോപിതനാകുന്ന സ്വഭാവം അനസിനുണ്ടായിരുന്നതായി റഹീം പിന്നീട് സാമൂഹ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. യാത്രക്കിടെ റെഡ് സിഗ്നലിൽ വാഹനമെത്തി. വാഹനം മുന്നോട്ടെടുക്കാൻ അനസ് റഹീമിനോട് ആവശ്യപ്പെട്ടു. നിയമലംഘനമായതിനാൽ ചെയ്യാൻ റഹീം കൂട്ടാക്കിയില്ല. ഇതോടെ അനസ് എന്ന ചലനശേഷിയില്ലാത്ത ബാലൻ റഹീമിന്റെ നേരെ തുപ്പി. ഇത് തടയാൻ ശ്രമിച്ചെന്നാണ് റഹീമിന്റെ വാദം. എന്നാൽ റഹീം മർദ്ദിച്ചെന്നാണ് സൗദി കുടുംബത്തിന്റെ കോടതിയിലെ വാദം. ഇതോടെ കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഉപകരണം പ്രവർത്തനരഹിതമായി. വാഹനത്തിനകത്ത് വീണ് കിടക്കുന്ന കുട്ടിയെ പിന്നീടാണ് റഹീം ശ്രദ്ധിക്കുന്നത്. അപകടം സംഭവിച്ചത് മനസ്സിലാക്കിയ റഹീം ബന്ധുവായ കോഴിക്കോട് സ്വദേശിയെ വിളിച്ചു വരുത്തി. വിഷയം കയ്യിൽ നിന്ന് പോകുമെന്ന ഘട്ടം. ഇതോടെ ഇരുവരും തയ്യാറാക്കിയ കഥയാണ് കേസിനെ ഏറ്റവും സങ്കീർണമാക്കിയതും സൗദി കുടുംബത്തെ പ്രകോപിപ്പിച്ചതും. റഹീമിനെ കൊള്ളസംഘം പണം തട്ടാൻ ആക്രമിച്ചെന്നും കാറിൽ ബന്ദിയാക്കിയെന്നും അനസിനെ ആ സംഘം മർദ്ദിച്ചെന്നും ഇവർ കെട്ടുകഥയുണ്ടാക്കി. പോലീസെത്തി ചോദ്യം ചെയ്തതോടെ എല്ലാം കൈവിട്ടു. സഹായത്തിന് വന്ന നസീറിന് ജാമ്യം കിട്ടുന്നത് പിന്നീട് 10 വർഷം